അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിരുന്ന ഒരു ചിക്കൻ ബ്രെഡ് റോളാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഓവനിലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നോക്കരുത്. ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 2 കപ്പ് മൈദ. ആദ്യം 1 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്യുക മൈദയിൽ. അതിനുശേഷം 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. ഇതെല്ലാം ഇട്ടൊന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ചൂടുള്ള പാൽ ഒഴിക്കാം. 1 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ളത് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഫുള്ളായിട്ട് ഒഴിക്കരുത്. അതിനാവശ്യമായ മിൽക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒന്ന് കുഴഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടറും കൂടി ആഡ് ചെയ്യാം. ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. ഇപ്പം നന്നായി കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് റെഡിയാക്കാം. ഫില്ലിങ്ങിനുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 200 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരക പൗഡർ, 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 കപ്പ് ഒനിയൻ ചെറുതായി കട്ട് ചെയ്തത്. ആദ്യം ചിക്കനിൽ 1 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സാക്കി ഒരു 10 മിനിറ്റ് നേരം മാറ്റി വെക്കുക. അതിനുശേഷം മറ്റൊരു പാൻ വെച്ച് അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഈ ചിക്കൻ ഒന്ന് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ടില്ല, ചിക്കനിൽ തന്നെ വെള്ളം വരും. അതിലേക്ക് ജീരക പൗഡർ, നമ്മൾ ചെറുതായി കട്ട് ചെയ്ത ഒനിയന്, 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇതെല്ലാം ആഡ് ചെയ്യാം. അതിനുശേഷം ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. നന്നായി മിക്സായതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ആഡ് ചെയ്തത്. ഇപ്പം കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഒറിഗാനോയും കൂടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഒറിഗാനോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒന്ന് നോക്കാം. നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഒന്ന് 2 പീസാക്കി വെക്കാം. ഓരോരോ പീസും നമുക്ക് പരത്തിയെടുക്കാം. പിസക്കെല്ലാം പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒന്ന് പരത്തിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും 2 ടേബിൾ സ്പൂൺ മയോണീസും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ്. എന്നിട്ട് അതൊന്ന് ബ്രഷ് ചെയ്യാം. ഒന്ന് നന്നായി പുരട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്ങും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം ഫില്ലിങ് പുറത്ത് കാണാതെ നന്നായി റോൾ ചെയ്ത് വെക്കാം. ഞാനിത് റോൾ ചെയ്യുന്ന പോലെ നന്നായി റോൾ ചെയ്യാം. അതിന് മുകളിലൊന്ന് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കുക ചെറുതായിട്ടൊന്ന്. അതൊന്ന് പൊങ്ങിപ്പോവാതെ വെക്കാനാണ്. ഇതൊന്ന് ഓവനിൽ 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 150 ഡിഗ്രിയിൽ ഒരു 15 to 18 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം.
ഇപ്പം നമ്മുടെ ചിക്കൻ ബ്രെഡ് റോൾ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാകും. നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. താങ്ക് യു.